അങ്ങനെ എനിക്കെന്തായാലും സന്തോഷമായി, വലിയ സന്തോഷം. വേറൊന്നുമല്ല, നമ്മുടെ ജനൻ ടി വി നല്ല ഒരു വാർത്ത പുറത്തുവിട്ടു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം, നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഒരു സന്തോഷം വരും. ദേ ഒന്ന് കേട്ടു നോക്കൂ. വാർത്തകളിലേക്ക്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സമൂഹം തെരുവിലിറങ്ങി. ബീഹാറിലെ ദർഭംഗയിലാണ് മുസ്ലിം സമൂഹം ഒമ്പാടെ പശുവിനെ ദേശീയ മൃഗമാക്കണമെന്നുള്ള ആവശ്യം എഴുതിക്കൊണ്ട് പ്ലക്കാർഡുകളേന്തി പ്രകടനം നടത്തിയത്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ശക്തമായി ഉയരുകയാണ്. ബീഹാറിലെ ദർഭംഗയിൽ ഈ ആവശ്യം ഉന്നയിച്ച് മുസ്ലിം സമൂഹം പ്രകടനമായി തെരുവിലിറങ്ങി. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം എഴുതിയ പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു പ്രകടനം. ബീഫ് കയറ്റുമതി നിരോധിക്കണമെന്ന ആവശ്യവും പ്രകടനത്തിൽ ഉയർന്നു. നേരത്തെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയും പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ജമാഅത്തുലമ ഈ ഹിന്ദ് പ്രസിഡന്റ് മൗലാന അഷാദ് മദനി ഇതേ ആവശ്യവുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഈ ആവശ്യത്തെ പിന്തുണച്ച് ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ബലിപ്പെരുന്നാൾ പ്രാർത്ഥനകൾക്ക് ശേഷം പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സമൂഹം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രകടനം നടത്തുന്നതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ബഹുമാനം വളർത്തുന്നതിനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രകടനമെന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവർ പറയുന്നു. അതേസമയം ഇത്തരം പ്രകടനങ്ങളെ കണ്ടില്ലേ, നിസ്കാരം കഴിഞ്ഞ് ഒന്നുകൂടി ഇറങ്ങിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാമിദ് അൻസാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്, പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ആവശ്യം. എന്നിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞ കേട്ടോ, ഇതിനെ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ ഗൂഢാലോചന ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. എടാ വയ്യാവേലി, ഇതെന്തൊരു വയ്യാവേലിയാ? പശുവിനെ കൊണ്ടുപോകുന്നതും അറുക്കുന്നതും കുറ്റകരമാണ്. അത് കൊണ്ടുപോകുന്നവരെ അടിച്ച് കൊല്ലുകയാണ്. ബീഫ് കൊണ്ടുപോയാലും കൊല്ലുകയാണ്. പശുവാണെന്ന് പറഞ്ഞാണ് കൊല്ലുന്നത്. അപ്പോൾ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചാൽ ഈ വിഷയമെല്ലാം തീർന്നില്ലേ? മുസ്ലിങ്ങളുടെ അടപ്പളകി. അതോടുകൂടി ഈ പറയുന്ന പണ്ട് നോട്ട് നിരോധനം പോലെ മുഴുവൻ പ്രതിസന്ധിയിലാവും. അതിനും ഒരു ചുണുപ്പ് അവസാനം പറഞ്ഞു വെക്കുകയാണ്. ഇനി എൻ്റെ രസമതല്ല, ഇതിൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാനിതിനെ സംബന്ധിച്ച് ഒന്ന് പരിശോധിച്ചപ്പോഴേ ഈ പശുവിനെ ഇങ്ങനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പശുവിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും 8 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ പ്രകടനവും ആവശ്യവും ഉന്നയിച്ച് മുസ്ലിം സമുദായം രംഗത്തിറങ്ങിയത്. രാജസ്ഥാനിലിറങ്ങി, പിന്നെ അതുകൂടാതെ മധ്യപ്രദേശിലിറങ്ങി, ബീഹാറിലിറങ്ങി, തമിഴ്നാട്ടിലിറങ്ങി, പിന്നെ ഉത്തരേന്ത്യയിൽ മഹാരാഷ്ട്രയിലിറങ്ങി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറങ്ങി. ഇതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകളും ഒരു ദേശീയ ഉപാധ്യക്ഷനോ മറ്റോ ഈ ആവശ്യം ഉന്നയിച്ച് വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. മൗലാന ഹർഷാദ് മദനി രംഗത്തിറങ്ങിയിരുന്നു. പിന്നെ നിരവധിയായ സുന്നി വഖഫ് ബോർഡ് രംഗത്തിറങ്ങിയിരുന്നു. പിന്നെ നിരവധിയായ മുസ്ലിം സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഇത് നിരോധിച്ചാൽ അതിനകത്തൊരു വലിയ ഗുണമുണ്ട്. അതെന്താണെന്നറിയോ? ഒരു 150 രൂപയ്ക്കൊക്കെ നമുക്കിവിടെ ബീഫ് കഴിക്കാൻ പറ്റും. 150 രൂപയ്ക്ക്. കാരണം ഇപ്പോൾ 500 രൂപയ്ക്കോ മറ്റോ ആണ് ഈ ഓണത്തിന് ഇറച്ചി വാങ്ങിച്ചത്. അതൊരു 150 രൂപ 240 രൂപയൊക്കെ ആകുമെന്നാണ് ജെമിനി പറയുന്നത്. ഞാൻ ജെമിനിയോട് ചോദിച്ചു, ഇങ്ങനെ ഈ രാജ്യത്തൊക്കെ ഉള്ള എല്ലാം നിരോധിച്ചാൽ എങ്ങനെ വരും, നമുക്ക് ഇറച്ചി ലാഭത്തിന് കഴിക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചപ്പം വൻ ലാഭത്തിന് കഴിക്കാമെന്നാണ് ജെമിനി പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച് ആദരിച്ച് ബഹുമാനിക്കണം എന്നുള്ള ആവശ്യമാണുള്ളത്. ജനൻ ടി വി പോലും വളരെ ആവേശപൂർവ്വം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പെരുന്നാൾ നിസ്കരിച്ചിട്ടാണ് ആളുകൾ രംഗത്തിറങ്ങിയത്.